ഹായ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ചിക്കൻ ഫ്രൈയുടെ റെസിപ്പി ആയിട്ടാണ്. നമ്മുടെ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന പുറമേ നല്ല മൊരിഞ്ഞിട്ടും അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ചിക്കൻ ഫ്രൈ നമ്മൾ വീട്ടിൽ അങ്ങനെ ചെയ്യാൻ നോക്കിയാലും ചിലപ്പോൾ ശരിയായിട്ട് വരില്ല. പിന്നെ അവിടെ കിട്ടുന്ന ചിക്കൻ ഫ്രൈക്ക് ഒരു സ്പെഷ്യൽ ടേസ്റ്റുമാണ്. അപ്പോൾ അതേ രീതിയിൽ ചിക്കൻ ഫ്രൈ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനു മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടെ ആ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ റെസിപ്പീസിൻ്റെയും നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. പ്ലീസ് സബ്സ്ക്രൈബ് ദിസ് ചാനൽ ആൻഡ് പ്രസ് ഓൺ ദി ബെൽ ഐക്കൺ ഫോർ ദി ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ്. ഇതുണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ: ചിക്കൻ 1/2 കിലോ, ഉപ്പ് ആവശ്യത്തിന്, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ, കാശ്മീരി മുളക് പൊടി 3 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, കടലമാവ് 1 ടീസ്പൂൺ, ഗരം മസാലപ്പൊടി 1 ടീസ്പൂൺ, പെരിഞ്ജീരകം 1/2 ടീസ്പൂൺ, എണ്ണ ആവശ്യത്തിന്. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 1/2 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ചിക്കൻ്റെ പീസെല്ലാം നല്ലപോലെ വരഞ്ഞെടുത്തിട്ടുണ്ട്. എന്നാൽ മാത്രമേ അകത്തോട്ട് മസാല നല്ലപോലെ പിടിക്കുള്ളൂ. ഇനി ഇതിലോട്ട് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഞാനിവിടെ ആദ്യമേ ഉപ്പ് ചേർക്കുകയാണ്, കാരണം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ചിലപ്പോൾ ചിക്കൻ്റെ അകത്തൊന്നും ഉപ്പില്ലാത്ത പോലെ തോന്നും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യമേ കുറച്ച് ഉപ്പ് ചേർക്കുന്നത്. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഇനി 3 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുക. കാശ്മീരി മുളക് പൊടി ചേർക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ ചിക്കന് നല്ല കളർ കിട്ടില്ല, എരിയും കൂടുതലായിരിക്കും. ഇനി 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഇപ്പോൾ ചിക്കനിൽ തന്നെ കുറച്ച് വെള്ളമുണ്ട്, അതുകൊണ്ട് നമുക്ക് പുരട്ടിയെടുക്കാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് വെള്ളം വേണമെന്ന് തോന്നിയാൽ 1-2 ടീസ്പൂണ് വെള്ളം ചേർത്ത് കൊടുക്കുക. വെള്ളം കൂടി പോവരുത്. ഇപ്പം നല്ലവണ്ണം പുരട്ടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ 1 ടീസ്പൂൺ കടലമാവ് ചേർത്ത് കൊടുക്കുകയാണ്. കടലമാവ് ചേർക്കുമ്പോൾ ഈ ചിക്കൻ ഫ്രൈക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് വരും. അതിന് വേണ്ടിയിട്ടാണ് ഇത് ചേർത്തത്. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇത് 1 മണിക്കൂർ നമുക്ക് മസാലയൊക്കെ പിടിച്ചു വരാൻ വേണ്ടിയിട്ട് വയ്ക്കാം. കുറഞ്ഞത് 1/2 മണിക്കൂറെങ്കിലും വയ്ക്കണം, എന്നാലേ മസാലയൊക്കെ നല്ലപോലെ പിടിച്ചു വരുള്ളൂ. ഇനി ഇതിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ കുറച്ച് കൂടുതൽ ഒഴിക്കണം. പകുതി ഭാഗമെങ്കിലും മുങ്ങിക്കിടക്കുന്ന രീതിയിലായിരിക്കണം എണ്ണ വേണ്ടത്. ഏത് എണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യാം. വെളിച്ചെണ്ണ ആയാലും സൺഫ്ലവർ ഓയിൽ ആയാലും കുഴപ്പമൊന്നുമില്ല. ഇനി എണ്ണ ചൂടായിട്ട് വരുമ്പോൾ 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. ഇപ്പം പെരിഞ്ജീരകം പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മുടെ ചിക്കൻ ചേർത്ത് കൊടുക്കാം. തീ നല്ല കുറച്ചിടണം, എന്നാലേ ചിക്കൻ്റെ അകമൊക്കെ നല്ലപോലെ വെന്ത് കിട്ടുള്ളൂ. 5 മിനിറ്റ് കൊണ്ട് താഴത്തെ ഭാഗം വെന്ത് കിട്ടും. അപ്പം നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പം 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിത് തിരിച്ചിടുകയാണ്. ഇനി ഈ ഭാഗവും ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം. ഞാൻ ലോ ഫ്ലെയിമിലാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. ഇപ്പം 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പാത്രത്തിലോട്ട് മാറ്റാം. തീ ഓഫ് ചെയ്യരുത്. ഇനി ഒരു 5 മിനിറ്റ് എണ്ണ തീയിൽ കിടന്ന് ഒന്ന് ചൂടായി വരണം. ലോ ഫ്ലെയിമിൽ ഇട്ടിരുന്നാൽ മതി. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ വറുത്ത് മാറ്റി വെച്ച ചിക്കൻ ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. എണ്ണ നല്ല ചൂടായി കിടക്കാണ്. 10 സെക്കൻഡ് കഴിയുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിടാം. 10 സെക്കൻഡ് മതി, കൂടരുത്, എന്നാൽ കരിഞ്ഞു പോകും. നല്ല ചൂടായി കിടക്കാണ് എണ്ണ. അപ്പോൾ 10 സെക്കൻഡ് കഴിഞ്ഞിട്ടുണ്ട്. തിരിച്ചിട്ട് കൊടുക്കുക. തിരിച്ചിട്ട് 10 സെക്കൻഡ് ആകുമ്പോൾ പെട്ടെന്ന് തന്നെ കോരി മാറ്റുക, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും. അപ്പം നമ്മുടെ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് ഇതിന്. അപ്പം നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ശ്രദ്ധിക്കേണ്ട കാര്യം, രണ്ടാമത്തെ പ്രാവശ്യം ഇടുമ്പോൾ ഇട്ട ഉടനെ അങ്ങ് എടുക്കാൻ നോക്കുക. കൂടുതൽ ടൈം ഇടരുത്. പിന്നെ ആദ്യത്തെ പ്രാവശ്യം ഫ്രൈ ചെയ്യുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഫ്രൈ ചെയ്യുക, എന്നാലേ ചിക്കൻ്റെ അകമൊക്കെ നല്ലപോലെ വെന്ത് കിട്ടുള്ളൂ. തീ ഹൈയിലിട്ട് ചെയ്യരുത് ഇത്.
അപ്പം നിങ്ങളിതൊന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയറും ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യൂ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പുതിയ റെസിപ്പീസ് ഉടനെ ലഭിക്കാനായി നോട്ടിഫിക്കേഷൻ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ.